മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem Learning. അഖില മിസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് വളരെ രസകരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ആണ് ഇത്, വിൻഡോസ് ഓഫ് നോളജ് അല്ലെ, അറിവിന്റെ ജാലകങ്ങൾ. പേര് പോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് വ്യക്തമാക്കി തരാൻ, അല്ലെങ്കിൽ അവിടെയുള്ള കുറേ ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ എന്താണ്, സെൻസ് ഓർഗൻസ് ആണ് അല്ലെ. നമുക്ക് എത്ര സെൻസ് ഓർഗൻസ് ഉണ്ട് എന്നാ നമ്മൾ പഠിച്ചിട്ടുള്ളത്? നമുക്ക് 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ ഐസ് ഉണ്ട്, നമ്മുടെ നോസ് ഉണ്ട്, നമ്മുടെ ടെങ് ഉണ്ട്, നമ്മുടെ ഇയർ ഉണ്ട്, ആൻഡ് നമ്മുടെ സ്കിൻ ഉണ്ട് അല്ലെ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് മിസ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെ പറ്റിയാണ് കേട്ടോ. എങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്കിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്കിൻ ഒരു സെൻസ് ഓർഗൻ ആയിട്ട് മാറുന്നത്? എങ്ങനെയാണ്? നമുക്കറിയാം, നമ്മുടെ കയ്യിലൂടെ ഇങ്ങനെ ഒരു ഉറുമ്പ് എഴഞ്ഞു പോവാന്ന് വിചാരിക്കുക, നമുക്കത് മനസ്സിലാവുമല്ലോ. എന്തായാലും നമുക്കത് മനസ്സിലാവും അല്ലെ. നമ്മുടെ കൈ ഒരു മുള്ളിൽ തൊട്ടു, അതും നമുക്ക് മനസ്സിലാവും അല്ലെ. നമ്മുടെ കയ്യിലേക്ക് നല്ല ചൂടുള്ള ചായ, ഒരു കപ്പ് ചൂടുള്ള ചായ തന്നു, അതും നമുക്ക് മനസ്സിലാവും. ചൂട് മാത്രം വേണമെന്നില്ല, നമ്മുടെ കയ്യിലേക്ക് ഒരു ബോട്ടിൽ വാട്ടർ തന്നു കേട്ടോ, നല്ല തണുപ്പുണ്ടെന്ന് നമുക്ക് തൊട്ടാലും മനസ്സിലാവില്ല. അത് നമ്മൾ കുടിച്ചു നോക്കേണ്ട ആവശ്യമില്ലല്ലോ, തൊടുമ്പോഴേക്ക് നമുക്കത് മനസ്സിലാവുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ സെൻസ് ഓർഗനാണ് ഏത്? നമ്മൾ പറഞ്ഞിട്ടുള്ള സ്കിൻ അഥവാ ത്വക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ എൻറ്റയർ ബോഡിനെ കവർ ചെയ്തുകൊണ്ട് കാണുന്ന ഒരു സെൻസ് ഓർഗൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ, ഒരുപാട് ഇൻഫർമേഷൻസ് എന്ത് വഴി ലഭിക്കുന്നുണ്ട്? ഈ സ്കിന്ന് വഴി ലഭിക്കുന്നുണ്ട്. സ്കിന്നിന് അങ്ങനെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ സ്കിൻ ഒരു സെൻസ് ഓർഗൻ ആയതുകൊണ്ട് മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. അതാണ് ഇപ്പം മിസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. അത് മാത്രമാണോ? അത് മാത്രമല്ല, നമ്മളിപ്പോൾ പറഞ്ഞു ഹീറ്റിന്റെ കാര്യവും കോൾഡിന്റെ കാര്യവും ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ചൂടും തണുപ്പും നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നോക്കിയേ, ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു ബോൾ ഉണ്ട് അല്ലെ. അപ്പൊ ആ ബോള് തൊട്ട് നോക്കിയാൽ തന്നെ അവന് മനസ്സിലാവും അത് സ്മൂത്ത് ആണോ, അതിന്റെ സർഫേസ് സ്മൂത്ത് ആണോ എന്ന് നമുക്ക് മനസ്സിലാവും. അത് റഫ് ആണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അതിന്റെ ഷേപ്പ് അല്ലെ, അത് സ്ക്വയർ ആണോ, അത് റൗണ്ട് ആണോ എന്നുള്ളത് അത് തൊട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതിന്റെ സൈസ് സ്മോൾ ആണോ ബിഗ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്കത് കാണണമെന്നില്ല, തൊട്ട് നോക്കിയാലേ നമുക്കത് മനസ്സിലാവുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ സോഫ്റ്റ്നെസ്, ചില സാധനങ്ങളൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും ഇത് ഭയങ്കര സോഫ്റ്റ് ആണെന്ന്, എന്നാൽ ചിലത് ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും ഇത് ഭയങ്കര ഹാർഡ് ആണെന്ന് അല്ലെ. അപ്പൊ ടച്ച് ചെയ്യുന്നത് വഴി, അതായത് നമ്മുടെ സ്കിന്നിലൂടെ, സ്കിൻ ഒരു സെൻസ് ഓർഗൻ ആണെന്ന് മിസ് പറഞ്ഞു. അപ്പൊ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. അഥവാ നമ്മുടെ സ്കിൻ ഒരു സെൻസ് ഓർഗൻ അല്ലായിരുന്നെങ്കിലോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സ്കിൻ ഒരു സെൻസ് ഓർഗൻ അല്ലെങ്കിൽ നമുക്ക് ചെറിയ മുറിവൊക്കെ പറ്റാറുണ്ട് കയ്യിലൊക്കെ അല്ലെ. ചെറുതായിട്ട് മുറിവൊക്കെ പറ്റുന്ന സമയത്ത് തന്നെ നമുക്കത് മനസ്സിലാവും അവിടെ അത് പറ്റിയെന്നുള്ളത്. അപ്പൊ സെൻസ് ഓർഗൻ അല്ലായിരുന്നെങ്കിൽ അത് നമുക്ക് മനസ്സിലാവോ? ഒരിക്കലും മനസ്സിലാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ബാക്കി സെൻസ് ഓർഗൻസ് പോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്കിന്നിനെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണോ അല്ലെ. വെറുതെ നമ്മൾ ഐസിനെ പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്, നമ്മുടെ ഇയറിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്മെല്ല് കിട്ടുന്ന നമ്മുടെ നോസ് ആണെങ്കിലും ശരി, നമ്മുടെ ടെങ് ആണെങ്കിലും ശരി, ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന, അതിനൊക്കെ കെയർ ചെയ്തല്ലേ കൊണ്ട് നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു സെൻസ് ഓർഗൻ ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് എന്താണ്? വി ഷുഡ് ക്ലീൻ ദ സ്കിൻ വെരി വെൽ വൈൽ ബാത്തിങ്. നമ്മളെല്ലാവരും കുളിക്കാറുണ്ട് അല്ലെ. അപ്പൊ കുളിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്യുക. അപ്പൊ ഇതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വി ഷുഡ് പ്രൊട്ടക്ട് ദ സ്കിൻ ഫ്രം എക്സസീവ് കോൾഡ് ആൻഡ് ഹീറ്റ്. അമിതമായിട്ടുള്ള തണുപ്പോ ചൂടോ ഒന്നും നമ്മുടെ സ്കിന്നിന് പറ്റത്തില്ല. നമ്മുടെ സ്കിൻ ഒരു സെൻസ് ഓർഗൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. തൊട്ട് നോക്കുമ്പോഴേക്ക് നമുക്ക് മനസ്സിലാവും അതിന് ചൂടാണോ അതിന് തണുപ്പാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞു. എന്ന് വെച്ചാൽ ഓവറായിട്ട് ഇതൊന്നും അതിന് പറ്റില്ല. നിങ്ങൾ ഈ സൺബേണിന്റെ കാര്യമൊക്കെ കേട്ടിട്ടുണ്ടാവും, ന്യൂസ് പേപ്പറിലൊക്കെ വരാറുണ്ട് അല്ലെ, സൂര്യാഘാതം ഏറ്റു എന്നൊക്കെ. അപ്പൊ ഓവറായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ചൂടും ഏൽപ്പിക്കാൻ പാടില്ല, തണുപ്പ് ഏൽപ്പിക്കാൻ പാടില്ല. നമ്മൾ ബാക്കി സെൻസ് ഓർഗൻസിനെ ഒക്കെ കെയർ ചെയ്യുന്ന പോലെ നമ്മുടെ സ്കിന്നിനെയും എന്ത് ചെയ്യുക? കെയർ ചെയ്ത് കൊണ്ടുപോവുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ മിസ് മറ്റൊരു കാര്യം പറയട്ടെ. നമുക്കറിയാം, നമ്മളോട് ഇപ്പോൾ ഒരു സാധനം തൊട്ട് നോക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അല്ലേ, നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ടാണ് നമ്മൾ തൊടാറുള്ളത് ആണല്ലോ. അല്ലാതെ നമ്മുടെ ഏതെങ്കിലും ഒക്കെ പൊസിഷൻ, നമ്മുടെ സ്കിൻ എൻറ്റയർ ബോഡി, നമ്മൾ പറഞ്ഞല്ലോ എൻറ്റയർ ബോഡി കവർ ചെയ്തിരിക്കുന്ന ഒരു സെൻസ് ഓർഗൻ ആണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ട് നമ്മളെ കാലും അല്ലെങ്കിൽ നമ്മൾ ഈ കൈയുടെ ഈ പോർഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ പോയിട്ട് തൊടാറുണ്ടോ? ഇല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ഫിംഗർ ടിപ്പ് അല്ലെ, വിരലിന്റെ തുമ്പ് വെച്ചിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്? തൊട്ട് നോക്കാറുള്ളത്. അതെന്തായിരിക്കും അതിന്റെ കാരണം എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സംഭവം ഇതാണ്, ദ സെൻസ് ഓഫ് ടച്ച് ഈസ് നോട്ട് സെയിം ഇൻ ഓൾ പാർട്ട് ഓഫ് ദ ബോഡി. നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡി ഫുള്ളായിട്ട് സ്കിൻ ഉണ്ട് എന്ന് വെച്ച് എല്ലാ സ്ഥലത്തും നമ്മുടെ സെൻസ് ഓഫ് ടച്ച് എന്ന് പറയുന്നത് എന്തല്ല, ഒരുപോലെയല്ല കേട്ടോ. എവിടെയാണ് ഇത് കൂടുതലുള്ളതെന്ന് അറിയാവോ? നമ്മുടെ ഫിംഗർ ടിപ്സിലും നമ്മുടെ ചീക്സിലും നമ്മുടെ ലിപ്സിലും ആണ് നമുക്ക്
കുറച്ചുകൂടെ സെൻസിറ്റിവിറ്റി കൂടുതലുള്ളത്. അതായത് നമ്മുടെ വിരൽ തുമ്പുകള്, കവിള്, ചുണ്ടുകള്, ഇവിടെയാണ് നമുക്ക് എന്ത് കൂടുതലുള്ളത്? സ്പർശന ശേഷി കൂടുതലുള്ളത്. അപ്പൊ ഈ ഭാഗങ്ങൾ കൂടുതൽ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ വിരൽ തുമ്പ്, ഫിംഗർ ടിപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നത്? എപ്പോഴും എന്തെങ്കിലുമൊക്കെ ടച്ച് ചെയ്ത് നോക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? ടച്ച് ചെയ്ത് നോക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ സ്കിൻ എന്ന് പറയുന്ന ഒരു സെൻസ് ഓർഗനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ജ്ഞാനേന്ദ്രിയത്തിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ചാപ്റ്ററിനകത്തുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.